മച്ചവരെ എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം അബൂക്കെ വ്ലോഗ്സ് അഭിലാഷ്. നമ്മളിപ്പോൾ ഉള്ളത് തൃശ്ശൂര് ചേറ്റുപുഴയിലുള്ള പെരിയാർ TVSലാണ് കേട്ടോ. എന്താന്നല്ലേ, TVS കിങ് EV മാക്സ് പ്ലസ് ഈ ഒരു വാഹനം കഴിഞ്ഞ 3 മാസം കൊണ്ട് വിറ്റഴിച്ചത് 550-ൽ പരം വാഹനങ്ങളാണ് കേട്ടോ. അതിനോടനുബന്ധിച്ചിട്ട് ഗംഭീര പരിപാടിയൊക്കെ നമ്മുടെ തൃശ്ശൂർ കൊച്ചി ക്രൗൺ പ്ലാസയിൽ അവര് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു വീഡിയോസൊക്കെ നമ്മുടെ ചാനലിൽ ഉണ്ട് കേട്ടോ. ജസ്റ്റ് നിങ്ങളൊന്ന് പോയി നോക്ക് കേട്ടോ. നമ്മുടെ വിഷയം അതൊന്നല്ല, നമ്മുടെ TVS കിങ് EV മാക്സ് പ്ലസ് യൂസ് ചെയ്യുന്ന ആൾക്കാരുടെ കസ്റ്റമർ റിവ്യൂ എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇവിടെ വന്നിട്ടുള്ളത്. കാരണം നമ്മുടെ ചാനലിൽ 2-3 പേര് കമന്റ് അയച്ചിട്ടുണ്ട്, അബു നിങ്ങൾ കിങ് EVയുടെ കസ്റ്റമർ റിവ്യൂ ഒക്കെ ഒന്ന് ചെയ്യുമോന്ന് ചോദിച്ചു. ആ ഒരു കമന്റ് നമ്മൾ മാനിക്കാണ്. അതിനോടനുബന്ധിച്ചിട്ടാണ് നമ്മൾ ഇന്ന് ഇവിടെ വന്നിട്ടുള്ളത്. എനിക്കറിയില്ല കേട്ടോ ആ ഒരു വാഹനം ഓടിക്കുന്ന എത്ര കസ്റ്റമേഴ്സിനെ നമുക്കിന്ന് കാണാൻ പറ്റുന്നു. കാരണം നല്ല രീതിയിലുള്ള ഓട്ടം ഉണ്ടെന്ന് തന്നെയാണ് നമ്മൾ അറിഞ്ഞിട്ടുള്ളത്. എന്തായാലും നമുക്ക് നേരെ അവരെ കാണാം. അവരുടെ അഭിപ്രായങ്ങൾ പുറത്ത് നിൽക്കുന്ന ആൾക്കാരായിട്ടും കൂടുതൽ ഈ ഒരു വാഹനം യൂസ് ചെയ്യുന്ന ആൾക്കാരുടെ അടുത്താണ് നമുക്ക് ഇവന്റെ കുറവും കാര്യങ്ങളും ചോദിക്കാൻ പറ്റാട്ടാ. എന്തായാലും ആ അടുത്ത ആൾക്കാരോട് നമുക്ക് ചോദിക്കാം ഇവനെടുത്തതിൽ ലാഭമാണോ നഷ്ടമാണോ എന്നുള്ളത്. നിങ്ങൾ റെഡി അല്ലേ? റെഡി ആണെങ്കിൽ പോരേട്ടാ. ആദ്യം തന്നെ നമ്മൾ പോകുന്നത് പൂങ്കുന്നം പേട്ടയുടെ അവിടേക്കാണ് കേട്ടോ. അവിടെ 2-3 മച്ചന്മാരുണ്ട്. അവരുടെ അടുത്ത് നമുക്ക് ചോദിക്കാം. എനിക്കറിയില്ല അവരവിടെ ഉണ്ടാവുമോ എന്നുള്ളത്. നമുക്കൊന്ന് നോക്കാം കേട്ടോ. നമ്മുടെ പൂങ്കുന്നം റോഡൊക്കെ കുഴപ്പമില്ല കേട്ടോ. പൂങ്കുന്നം കഴിഞ്ഞ് ഇപ്പോൾ പുഴയ്ക്കലിക്കുള്ള പോണ റോഡൊക്കെ അത്യാവശ്യം നന്നാക്കിയിട്ടുണ്ട്. എന്നാൽ പോലും അവിടെ ഇവിടെയൊക്കെ നല്ല കുഴികൾ ഇപ്പോഴും ഉണ്ട് കേട്ടോ. മച്ചമാരെ അങ്ങനെ നമുക്ക് ചെറിയൊരു സിഗ്നലൊക്കെ കിട്ടിയിട്ടാ. സിഗ്നൽ കഴിഞ്ഞിട്ട് നമ്മൾ മച്ചമാരെ കാണാണ്. അവിടെ ചെന്നപ്പോഴാണ് പറഞ്ഞത് മച്ചമാരെ ഇല്ല എന്നിട്ടാ, ഫുൾ ഓട്ടത്തിലാണ്. എന്തായാലും അവർക്ക് നല്ല ഓട്ടം കിട്ടട്ടെ. നമുക്കപ്പോൾ അടുത്ത മച്ചമാരെ കാണാട്ടാ. മച്ചമാരെ അങ്ങനെ ആദ്യത്തെ വണ്ടി നമ്മുടെ റൗണ്ടിൽ കണ്ടേക്കാണ് കേട്ടാ. TVS കിങ് EV മാക്സ് പ്ലസ് ഓടിക്കുന്ന മുരളിയേട്ടനോട് നമുക്ക് ചോദിക്കാം ഈ വാഹനം എടുത്തിട്ട് എങ്ങനെയുണ്ടെന്ന് കേട്ടാ. മുരളിയേട്ടാ നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷം? നല്ല വിശേഷം. മുരളിയേട്ടൻ നല്ല ഓട്ടാണെന്ന് തോന്നുന്നത്. നിക്കാൻ സമയമില്ല. ഞാനൊരു വീഡിയോ ചെയ്യട്ടെ എന്ന് ചോദിച്ചപ്പോ പിന്നെ മതിടാ നിക്കാൻ സമയമില്ല എന്ന് പറഞ്ഞല്ലേ. ഓക്കെ മുരളിയേട്ടാ, എത്ര നാളായി വണ്ടി എടുത്തിട്ട്? ഒരു 5 മാസം. നമുക്ക് എത്ര കിലോമീറ്റർ ഓടി വാഹനം? ഇപ്പൊ 15,000 കിലോമീറ്റർ. 15,000 കിലോമീറ്റർ അല്ലേ? കറക്റ്റ്. ഓക്കെ, സർവീസ് കോസ്റ്റ് ഒക്കെ എങ്ങനെയുണ്ട്? അതൊന്നും അധികം വരുന്നില്ല. 80 രൂപ 100 രൂപ അങ്ങനെയൊക്കെ അത്രേ വരുന്നുള്ളൂ അല്ലേ? ഓക്കെ, എന്താണ് നമ്മുടെ TVS EV മാക്സ് പ്ലസ് എടുത്തിട്ട് പറയാനുള്ളത്? എനിക്ക് നല്ല ജീവിതത്തിൽ നല്ല അഭിവൃദ്ധി തോന്നുന്നുണ്ട്. ഓക്കെ, എല്ലാം കൊണ്ടും. അതായത് നമുക്ക് ഇനി ഓണൊക്കെയാണ് വരുന്നത് അല്ലേ? നല്ല ഓട്ടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഓണത്തിന് എന്തായാലും ജോർജ് കുട്ടി നല്ല രീതിയിൽ പോക്കറ്റിൽ വരുന്നുണ്ട് അല്ലെ? കുടുംബത്തില് അല്ലാണ്ട് തന്നെ ഉണ്ട്, നല്ല വർക്ക് ഉണ്ട്. ഓക്കെ, അപ്പൊ കുടുംബത്തിലെ സന്തോഷം കൂടുതൽ എന്താ പറയാ കൊണ്ടുവന്നു നമ്മുടെ TVS കിങ് EV മാക്സ് പ്ലസ് അല്ലേ? മറ്റുള്ള വണ്ടികൾ കയറുന്നേക്കാൾ ആൾക്കാർക്ക് താല്പര്യമായി വണ്ടിയിൽ കയറാനുണ്ട്. ശബ്ദം കാര്യങ്ങളില്ലാത്ത കാരണം നല്ല സ്മൂത്ത് ആയിട്ടുള്ള മൂവിംഗ് ആണ് വണ്ടിക്കുള്ളത്. പാസഞ്ചേഴ്സ് ഒക്കെ നല്ല അഭിപ്രായമാണോ പറയണേ? നമ്പർ വാങ്ങിച്ചിട്ട് വീണ്ടും വീണ്ടും അവർ വിളിക്കുന്നുണ്ട് പാസഞ്ചർമാർ. അതെ അല്ലേ? അതായത് ഈ വണ്ടിന്റെ മതി എന്ന് പറഞ്ഞു. അതാണ് ഇതിലത്തെ യാത്രാസുഖം അല്ലേ? റേഞ്ച് എങ്ങനെയുണ്ട് നോക്കിയാ? റേഞ്ച് കുഴപ്പമില്ല, നല്ല രീതിയിൽ പോകുന്നുണ്ട്. അവര് പറയണ കിലോമീറ്റർ ഏതാണ്ട് അടുത്ത് കിട്ടുന്നുണ്ട് അല്ലേ? എന്നാലും ഏകദേശം എത്ര? ഒരു 170, 160, 170 റേഞ്ച് കിട്ടുന്നുണ്ട്. അതായത് ഒരു ദിവസം കറണ്ട് പൈസ എത്ര പോവും? നമുക്ക് ഒരു 50 രൂപ ഇത്ര റേഞ്ച് കിട്ടുന്നുണ്ട് അല്ലേ? ഓക്കെ, അപ്പൊ അത്യാവശ്യത്തിന് നല്ല രീതിയിൽ ശരി കേട്ടാ. ജോർജ് കുട്ടി അങ്ങോട്ട് എന്താ പറയാ നല്ല രീതിയിൽ ഇരിക്കുന്നുണ്ട്. സന്തോഷാണ് അല്ലേ? ഹാപ്പിയാണ്. അത് മുരളിയേട്ടന്റെ ആ ഒരു മുഖം കാണുമ്പോ മനസ്സിലാവുന്നുണ്ട്. ആദ്യമായിട്ട് എടുത്ത വണ്ടിയാണ്. എനിക്ക് ഓടിക്കാനൊന്നും അറിയില്ലായിരുന്നു. ഞാൻ ഈ വണ്ടി എടുത്തിട്ട് ഓടിച്ചത്. അതെ അല്ലേ? ഫസ്റ്റ് വണ്ടി ഓടിക്കുന്നത് ഈ വണ്ടിയായിട്ടാണ്. ഓക്കെ മുരളിയേട്ട, ഇനി ഈ ഒരു വണ്ടി എടുക്കുന്ന ആൾക്കാരുടെ അടുത്ത് മുരളിയേട്ട എന്താ പറയാ? ധൈര്യമായിട്ട് എടുക്കാം. വേറൊരു പ്രശ്നങ്ങളും ഇല്ല. നമുക്ക് നമ്മുടെ കാര്യങ്ങളൊക്കെ നടന്നു പോകും ജീവിതത്തില്. അതെ അല്ലേ? ഓക്കെ, അപ്പൊ എടുത്തതില് സന്തോഷം തന്നെയാണ്. സന്തോഷമാണ്. ഓക്കെ മുരളിയേട്ട, അപ്പൊ എന്തായാലും ഈ പ്രാവശ്യത്തെ ഓണം തകർക്കാം, അടിച്ചു പൊളിക്കാം തീർച്ചയായിട്ടും. സ്വന്തം തോഴനായിട്ട് നിങ്ങളുടെ TVS കിങ് EV മാക്സ് പ്ലസ് ഉണ്ടല്ലോ അല്ലേ? ഓക്കെ മുരളിയേട്ട, ബൈ. അടുത്ത വണ്ടി വന്നിട്ടുണ്ട്. ഒരു ഓട്ടം വന്നാണ്, ആള് പെട്ടെന്ന് പോവും. അതിന് മുന്നേ നമുക്ക് ചോദിക്കട്ടാ TVS കിങ് EV മാക്സ് പ്ലസ് പുള്ളിക്കാരനെ എടുത്തിട്ട് എങ്ങനെയുണ്ട് എന്നുള്ളത്. ചേട്ടാ നമസ്കാരം. എന്താ പേര്? ഷിബുട്ടൻ. ഷിബുട്ടൻ എത്ര നാളായി വണ്ടി എടുത്തിട്ട്? ഇപ്പൊ 3-ാം മാസം എടുത്തതാ. ഇപ്പൊ 8ആയില്ലേ? ഓക്കെ, 5 മാസം 6 മാസം അല്ലേ? 6 മാസം. എത്ര കിലോമീറ്റർ ആയിട്ടുണ്ട്? 8506 കിലോമീറ്റർ. എത്ര ഓടിച്ചിട്ട് ഷിബുട്ടൻ എന്ത് ഈ ഒരു വാഹനത്തിനെ പറ്റി പറയാനുള്ളത്?
ഈ വാഹനത്തിനെ കുറിച്ചിട്ട് എനിക്ക് പറയാനുള്ളത് നല്ലൊരു വാഹനമാണ്. പിന്നെ ഓടിക്കാൻ നല്ല സൗകര്യം, ടൗണിലൊക്കെ ഓടിച്ചു നടക്കാൻ നല്ല സൗകര്യമാണ്. ഗിയർ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ, ഒന്നുമില്ല. ആക്സിലേറ്ററും കുത്തിച്ചവിട്ട് കാര്യങ്ങളൊന്നുമില്ല. ആക്സിലേറ്ററും ബ്രേക്കും മാത്രം. ഇവിടെ ഇരിക്കുന്ന പാസഞ്ചേഴ്സ് എന്താ പറയുന്നത്? അവര് നല്ല അഭിപ്രായമാണ് പറയണത്. നല്ല സുഖകരമായിട്ടുള്ള യാത്ര, വണ്ടിന്റെ ഷേപ്പ് കാര്യങ്ങളൊക്കെ നല്ലൊരു അഭിപ്രായം പറയുന്നു. മെയിനായിട്ട് ഇപ്പൊ യൂബർ ഞാൻ ടുക്സിയാണ് ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ. പിന്നെ കേരള സവാരി ഉണ്ട്. അത് വെച്ച് ഓടുമ്പോ നമുക്ക് അങ്ങനെ ഓട്ടങ്ങളൊക്കെ കിട്ടുന്നു. പ്രത്യേകിച്ച് ഈ ഒരു കുത്തിച്ചവിട്ടില്ലാത്തത് കൊണ്ട് തന്നെ ഈ ഒരു വാഹനങ്ങള് എന്താ പറയാ ഫോക്കസ് ചെയ്ത് വിളിക്കണ്ടല്ലോ ആൾക്കാരെ സംബന്ധിച്ചിട്ട് ഇപ്പൊ ഇതാണല്ലോ ഇങ്ങനെ ആപ്പുകൾ വഴിക്കാണല്ലോ യൂബർ അതൊക്കെയാണല്ലോ കൂടുതൽ ഉപയോഗിക്കുന്നത്. ഓക്കെ. അപ്പൊ പാസഞ്ചേഴ്സ് പറഞ്ഞ ലൈനിൽ നിൽക്കണവരെ സംബന്ധിച്ച് അത് കയറി കഴിഞ്ഞാൽ അവർ ചോദിക്കും ഈ വണ്ടിക്ക് വളരെ മാറ്റം ഉണ്ടല്ലോ എന്ന് സംസാരിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ വണ്ടി നോക്കി നിന്നിട്ട് വിളിക്കണോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചില ആളുകളുണ്ട്, ഇത്തിരി അകലേക്ക് പോകുന്നവരൊക്കെ യാത്രാസുഖത്തിന് വിളിക്കുന്നവരുണ്ട്. അവരത് പറയാറുമുണ്ട്. വണ്ടിയിൽ ഇരുന്നിട്ട് ആരും അതിനെ കുറ്റം പറഞ്ഞിട്ടില്ല, നല്ല അഭിപ്രായങ്ങളാണ് പറയുന്നത്. അതായത് ഈ വാഹനത്തിൽ ഇരുന്നിട്ടുള്ള പാസഞ്ചേഴ്സ് ഒക്കെ നല്ല അഭിപ്രായം. ഷിബുവേട്ട രാവിലെ തൊട്ട് ഒരു വൈകിട്ട് വരെ ഓടിച്ചു കഴിഞ്ഞാൽ ഷിബുവേട്ടന് എങ്ങനെ ശരീരമായിട്ട് ഒരു വേദനയോ കാര്യങ്ങളോ അങ്ങനെയൊക്കെ ഉണ്ടോ? ഒരു പ്രശ്നമില്ല. നമ്മുടെ TVS EV Max Plus എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയാ സർവീസ് കോസ്റ്റ് ആയിക്കോട്ടെ, റേഞ്ച് ആയിക്കോട്ടെ, എല്ലാം കൊണ്ടും അടിപൊളിയാണ്. ധൈര്യമായിട്ട് എടുക്കാം. അപ്പൊ ഇപ്രാവശ്യം ഓണം ഗംഭീരമായിട്ട് ഓടാനുള്ള പരിപാടിയാണ് ഷിബുവേട്ടൻ. നമ്മുടെ സ്വന്തം തോഴനായിട്ട് TVS EV Max Plus ഉണ്ട് അല്ലേ? ഓക്കെ. ആ ഒരു ധൈര്യം ഉണ്ട്. ഈ വാഹനം എടുക്കാൻ പോകുന്ന ആൾക്കാരോട് എന്താ ജസ്റ്റ് പറയാനുള്ളത്? എന്റെ അഭിപ്രായത്തില് ഈ വാഹനം വളരെ സുഖകരമായി ഓടിക്കാൻ പറ്റിയ ഒരു വാഹനമാണ്. നല്ല ഷേപ്പും നല്ല വൃത്തിയുള്ളൊരു വണ്ടിയാണ്. ഇതിനു മേലെ ഇനി എന്താ പറയാനുള്ളത്? ഷിബുവേട്ടൻ അപ്പൊ നമ്മുടെ TVS EV Max Plus എടുത്തതില് പൂർണ്ണ തൃപ്തനാണ്. അതെ, തീർച്ചയായിട്ടും പൂർണ്ണ സംതൃപ്തനാണ് ഞാൻ. ഓക്കെ. അപ്പൊ ഇനി ഈ ഒരു വാഹനം എടുക്കാൻ നിൽക്കുന്ന ആൾക്കാരുടെ അടുത്തും ധൈര്യമായിട്ട് എടുത്തോളാനേ ഞാൻ പറയുള്ളൂ. ഓക്കെ. അപ്പൊ എന്തായാലും ഇപ്രാവശ്യത്തെ ഓണം അടിച്ചു പൊളിക്കട്ടെ. ശരി ഷിബുവേട്ടാ, നമസ്കാരം. നല്ല ഓട്ടത്തിലാണല്ലേ? ഓക്കെ. എന്റെ പേര്? എന്റെ പേര് വേണുവേട്ടൻ. വേണുവേട്ട എത്ര നാളായി വാഹനം എടുത്തിട്ട്? ഇതെടുത്തിട്ട് ഇപ്പൊ 2 മാസം കഴിഞ്ഞിട്ടുള്ളൂ. 2 മാസം കഴിഞ്ഞിട്ടുള്ളൂ. എത്ര കിലോമീറ്റർ ആയിട്ടുണ്ട്? കിലോമീറ്റർ ഇപ്പൊ 6033 ആയിട്ടുള്ളൂ. 6033 കിലോമീറ്റർ അല്ലേ? ഈ 6033 കിലോമീറ്ററും എന്താ പറയാ നിക്കാണ്ടുള്ള ഓട്ടാണ്. ഓക്കെ. എന്തായാലും വേണുടെ ആ മുഖത്തെ ഒരു സന്തോഷം നമുക്ക് മനസ്സിലാവും. അടിപൊളിയാണല്ലേ വാഹനം എടുത്തിട്ട്? വണ്ടിയൊക്കെ അടിപൊളി തന്നെയാണ്. അടിപൊളിയാണ്. അവർ പറഞ്ഞായിട്ടുള്ള മൈലേജ് കൂടുതലല്ലോ, റേഞ്ച് കൂടുതലാണ് കിട്ടുന്നത്. നമുക്ക് സർവീസ് മെയിൻ്റെനൻസ് ഒക്കെ എങ്ങനെയുണ്ട്? സർവീസിങ് ഇപ്പൊ അവര് ഇപ്പൊ അധികം പോയിട്ടൊന്നും വേണ്ടി വന്നിട്ടില്ല. ഒരു ആദ്യത്തെ ഒരു സർവീസിങ് നമ്മൾ പോയിട്ടുള്ളൂ അല്ലേ? അത് ക്ലിയർ ആയിട്ട് അവർ ചെയ്തു വന്നിട്ടുണ്ട്. ചെറിയൊരു പ്രശ്നങ്ങളല്ലോ, അതിന്റെ മാത്രമേ ഉള്ളൂ. ഇപ്പൊ 10,000 ചെന്നാൽ മതി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്താണ് നമ്മുടെ TVS EV Max Plus എടുത്തിട്ട് വേണുവേട്ടന് നിൽക്കുന്ന ആൾക്കാരില്ലേ, അവരിപ്പോ കാണണ്ടാവും. നമ്മൾ ചില ആൾക്കാരുണ്ടല്ലോ, ഈ പുള്ളിക്കാരൻ വണ്ടി എടുത്തിട്ടുണ്ട്, നല്ല കാര്യങ്ങളാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിന് നല്ല ലാഭകരമാണെന്നൊക്കെ പറയുമ്പോ അവർക്ക് മനസ്സിലുണ്ടാവും ഞങ്ങൾക്കും എടുത്താൽ കൊള്ളാമെന്നുണ്ട്. അപ്പൊ അവരോട് എന്താണ് വേണുവേട്ടന് പറയാനുള്ളത്? ഇപ്പൊ 2 മാസം ആവണല്ലോ. അപ്പൊ 6033 കിലോമീറ്റർ ഞാനിപ്പോ ഓടിയിട്ടുണ്ട് മൊത്തം. ഓക്കെ. അപ്പോ സർവീസിങ് വരാനാണ് കഴിഞ്ഞിട്ടുള്ളത്. സർവീസിങ് 10,000 ചെന്നാൽ മതി എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. വണ്ടി മൊത്തത്തില് കുഴപ്പമൊന്നുമില്ല. വണ്ടി ഓടുമ്പോ നല്ല ഉഷാറാണ്. വണ്ടി വലിയ സ്പീഡൊക്കെ ഉണ്ട്. പാസഞ്ചേഴ്സ് എന്താ പറയുന്നത്? പാസഞ്ചേഴ്സ് എല്ലാവരും നല്ല അഭിപ്രായം പറയുന്നു. അവർ പല ഇലക്ട്രിക് വണ്ടിയിൽ കയറിയിട്ടുണ്ടെങ്കിലും ഇതൊരു പ്രത്യേക ഇതുണ്ടെന്നാണ്, പെർഫോമൻസ് ഉണ്ടെന്ന് പറയുന്നത്. അപ്പൊ അത് കാരണം കൊണ്ട് എല്ലാവർക്കും നല്ല അഭിപ്രായമാണ്. അപ്പൊ അവരെല്ലാവരും ഇഷ്ടപ്പെടുന്നുണ്ട് ഈ വണ്ടി. അപ്പൊ ധൈര്യമായിട്ട് എടുത്തോളാം. ധൈര്യമായിട്ട് ഞാൻ പല ആൾക്കാരോടും പറയാറുണ്ട്. എല്ലാ ആൾക്കാരോടും ഞാൻ പറയുന്നത് TVS 6 കൊല്ലം മുപ്പാട് ഇറങ്ങേണ്ട വണ്ടിയാണിത്. 6 കൊല്ലം കഴിഞ്ഞിട്ടാണ് ഈ വണ്ടി ഇറക്കിയിട്ടുള്ളത്. അല്ല വേണുവേട്ടാ, ഇതൊക്കെ 6 കൊല്ലം മുന്നേ ഇറക്കാണെങ്കിൽ വേണുവേന്റെ പോക്കറ്റിൽ എത്ര ജോർജ് കുട്ടിയിരുന്നേ. അപ്പൊ ഞാൻ അത് കാരണം കൊണ്ട് വേറെ വണ്ടികളൊക്കെ എടുത്ത കാരണം കൊണ്ട് നമ്മൾ പെട്ടുപോയി. അപ്പൊ ഈ വണ്ടി അന്ന് 6 കൊല്ലം മുപ്പാട് അവര് എടുക്കേണ്ട വണ്ടിയായിരുന്നു. അല്ല, ഇറക്കേണ്ട വണ്ടി അവരെ ഇറക്കിയില്ല. അവരെല്ലാ ഫോൾട്ടുകളും മനസ്സിലാക്കിയിട്ട് ഇറക്കി എന്നുള്ള വിശ്വാസത്തിലാണ് ഞാനിപ്പോ ഈ വണ്ടി എടുത്തിട്ടുള്ളത്. എങ്ങനെയാണ് റേഞ്ച് കിട്ടുന്നവന്റെ? റേഞ്ച് അവര് 160 നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. എനിക്കിപ്പോ നമ്മളിവിടെ ലോക്കൽ ഓട്ടങ്ങളാണല്ലോ, ലോങ് അങ്ങനെ പാടെ എനിക്ക് ഉണ്ടാവാറില്ല. ഈ പിന്നെ റോഡുകളൊക്കെ വളരെ മോശം. അപ്പൊ ഈ സ്പീഡ് അധികം പോകാൻ പറ്റില്ല. ഇത് 10 കിലോമീറ്റർ അല്ല 10ന്റെ താഴെ പോയി കഴിഞ്ഞാൽ അതിന് മൈലേജ് കുറയുന്ന കമ്പനി തന്നെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോ എനിക്ക്
തീർത്ത ഓടുമ്പോൾ നമുക്ക് 10 കിലോമീറ്റർ കൂടുതൽ കിട്ടുന്നുണ്ട്. 160 എന്നുള്ളത് 170ലേക്ക് വരുന്നുണ്ട്. അതും ഒരു ദിവസം കറണ്ട് ബില്ല് എങ്ങനെ വരും? പിന്നെ ഞാൻ ഇതിലും മുപ്പാട് ഒരു ഇലക്ട്രിക് വണ്ടി എടുത്തിട്ടുണ്ടായിരുന്നാണ്. ഓക്കെ. അപ്പൊ അത് വെച്ച് നോക്കുമ്പോ അന്ന് കറണ്ട് ചാർജ് ഒന്നും അധികം വന്നിരുന്നില്ല. അപ്പൊ ഏകദേശം നമ്മൾ ആവറേജ് കണക്ക് കൂട്ടുമ്പോ ഒരു 60 രൂപ 50 രൂപയ്ക്കാണ് ഒരു ദിവസം വരാറുള്ളത്. ഒരു ദിവസം 60 രൂപ കറണ്ട് ബില്ല് വരും. പക്ഷെ 60 രൂപ കറണ്ട് ബില്ല് വന്നാലും ഒറ്റ ദിവസത്തെ ചെലവാണ് അല്ലേ? ആ ചെലവിന്റെയാണ് നമുക്ക് 170 റേഞ്ച് കിട്ടണത്. അപ്പൊ അത്യാവശ്യം നല്ല രീതിയിൽ ഓടും ചെയ്യാം അല്ലെ? നല്ല രീതിയിൽ ഓടി ജോർജ് കുട്ടി ഉണ്ടാക്കാം. അപ്പൊ വേണോട്ടെ ഇപ്രാവശ്യത്തെ ഓണം TVS കിങ് EV മാക്സ് പ്ലസിനോടൊപ്പം തകർക്കാണ്. വേണോട്ടെ 2 വണ്ടി ബുക്ക് ചെയ്തു എന്ന് പറഞ്ഞ വേറെ 2 വണ്ടി ഞാൻ ബുക്ക് ചെയ്തിട്ടുണ്ട്. ഞാനല്ല, കൂട്ടുകാരൻ വേണുവേട്ടൻ പറഞ്ഞു കൊടുത്തിട്ട് റെക്കമെൻഡ് ചെയ്തിട്ട് ആൾക്ക് 2 വണ്ടി ഞാൻ പറഞ്ഞു നല്ല വണ്ടിയാണെന്നൊക്കെ അഭിപ്രായം പറഞ്ഞപ്പോ ആളെടുക്കാൻ തയ്യാറാണ്. ആള് വണ്ടി ഫീൽഡ് തന്നെയാണ്. അപ്പൊ ആൾക്ക് ഈ TVS എടുക്കണം, എക്സ്ചേഞ്ച് ചെയ്തിട്ട് എടുക്കണം. ഓക്കെ. അപ്പൊ ഹാപ്പി ഓണം തകർക്കാണ്. അപ്പൊ എടുക്കുന്ന ആൾക്കാരെ അടുത്ത് വേണുവേണ്ണു പറയാനുള്ളത് ധൈര്യമായിട്ട് എടുത്തോളാനാണ്. അതന്നെ പറയാറ് എല്ലാവരോടും പറയണത്. ഇപ്പൊ എനിക്ക് ഭേദം തന്നെയാണ് TVS കിങ് EV മാക്സ് പ്ലസ് കിങ്. ഓക്കെ. അപ്പൊ എന്തായാലും വേണേട്ടാ ഓണം തകർക്ക സ്വന്തം തോഴൻ TVS കിങ് EV മാക്സ് പ്ലസിനോടൊപ്പം. പക്ഷേ നമ്മുടെ TVS EV മാക്സ് പ്ലസ് എടുത്തുള്ള അടുത്ത കസ്റ്റമർ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ചേട്ടാ നമസ്കാരം, എന്താണ് പേര്? സുഭാഷ് ചേട്ടൻ. സുഭാഷ് ചേട്ടാ എത്ര നാളായി നമ്മുടെ ഈ ഒരു വാഹനം സ്വന്തമാക്കിയിട്ട്? 3 ആഴ്ച ഈ വാഹനം എന്റെ കയ്യിൽ കിട്ടിയിട്ട്. 3 ആഴ്ച. ഓക്കെ. നമ്മൾ എടുക്കാനായിട്ട് മുന്നേ ഈ ഒരു വാഹനത്തിന്റെ അഭിപ്രായങ്ങൾ ചോദിച്ചിരുന്നു. എന്താണ് കൂടുതൽ അഭിപ്രായം കിട്ടിയത്? അവരൊന്ന് ചാർജിങ് വളരെ കറക്റ്റ് ആയിരുന്നു ആവുമെന്ന് പറഞ്ഞു. ഓക്കെ. പിന്നെ മെയിൻ്റെനൻസിന്റെ കുറവാണ്. അങ്ങനെ അത്തരത്തിലുള്ള കുറെ കാര്യങ്ങൾ നമ്മൾ സംസാരിച്ചു. അതായത് ശരിക്കും പറയുകയാണെങ്കിൽ പോക്കറ്റിലേക്ക് സാമ്പത്തികം ഉണ്ടാക്കാൻ ജോർജ് കുട്ടി ഉണ്ടാക്കാന്ന് സാരം പൈസ ഉണ്ടാക്കാൻ നമുക്ക് ഡീസല് ഞാൻ ശരിക്കും എന്റെ ഡീസൽ വണ്ടിയായിരുന്നു. ഓക്കെ. ഏതായിരുന്നു? ബജാജ് ആയിരുന്നു. അപ്പൊ അതൊരു 300-350 രൂപയ്ക്ക് ഡീസൽ ഡെയിലി അടിച്ചിരുന്നു. അപ്പൊ ശരിക്കും ഇപ്പൊ നമുക്ക് ഇത് ഓടുമ്പോ നമുക്കതൊരു വലിയ പ്രോഫിറ്റ് ആണ്. ഇത് മാറ്റി വെക്കാം നമുക്ക് ആ പൈസ. ഈ ഒരു TVS EV മാക്സ് പ്ലസ് ഒക്കെ എടുത്തതില് വളരെ സന്തോഷവാനാണ്, തൃപ്തനാണ് ഞാൻ. ഓക്കെ. നമുക്ക് അതാണ് വേണ്ടത് അല്ലേ? ശരി സുഭാഷ് ചേട്ടാ. ഓക്കെ ചേട്ടാ നമസ്കാരം, എന്താണ് പേര്? എത്ര കിലോമീറ്റർ ആയിട്ടുണ്ട് ഇപ്പോ? വണ്ടി ഇപ്പോ 9600 ചില്ലറ 783. ഓക്കെ. 9783 അല്ലേ? 179 കമ്പനി പറഞ്ഞാലും 170-നും 160-നും ഇടയിൽ കിട്ടാറുണ്ട്. നമ്മുടെ TVS EV മാക്സ് പ്ലസ് ദോഷവാൻ തന്നെ. ഓക്കെ താങ്ക് യു. നമസ്കാരം. എന്റെ പേര് ജേക്കബ്. നാളായി TVSന്റെ വാഹനം യൂസ് ചെയ്യുന്നു. വാഹനം ഇപ്പൊ ഒരു 10-15 ദിവസത്തോളം ആയിട്ടുണ്ടാവും. പുത്തൻ വണ്ടിയാണ്. കൂടുതലും പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. കാരണം ഇത്രയും കുറഞ്ഞ ദിവസം കൊണ്ട് തന്നെ യാത്രക്കാർ കയറുമ്പോൾ പ്രത്യേകിച്ചും ലേഡീസ് അവർ പറയുന്ന ഒരു കാര്യമാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ കംഫർട്ടാണ്. വളരെ നല്ലൊരു കുടുക്കം ഇല്ല, അധികം ഇങ്ങനെ ചാടി ഇതില്ല, ജർക്കിങ് ഇല്ല. നല്ലൊരു അഭിപ്രായമാണ് പറയുന്നത്. വേറെ പല വാഹനങ്ങൾ നോക്കിയിരുന്നു, ഒക്കെ ചെയ്തിരുന്നു. അതിലെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് TVS തന്നെയാണ്. അവരുടെ ഇവിടുത്തെ TVSന്റെ ഇവിടുത്തെ ഓഫീസിലെ പെരുമാറ്റം, എല്ലാ കാര്യങ്ങൾക്കുള്ള സംശയങ്ങൾക്കുള്ള മറുപടികൾ, ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ഇഷ്ടപ്പെട്ടു. വളരെ ഇതായി. അതാണ് TVS എടുക്കാൻ തന്നെ കാരണം. നമ്മുടെ TVS EV മാക്സ് പ്ലസ് എടുത്തതില് സന്തോഷവാൻ തന്നെയാണ് അല്ലേ? അതെ, വളരെ സന്തോഷം. എടുത്തോളം ദിവസങ്ങളൊക്കെ ഇത്ര ദിവസം കുറഞ്ഞ ദിവസമായാലും ഞാൻ തൃപ്തനാണ്. ശരിക്കും നമ്മുടെ തൃശ്ശൂർ ഭാഷയിൽ പറയാൻ ജഗോടാ ജോർജ് കുട്ടി ഉണ്ടാക്കാൻ പറ്റണ്ട. തീർച്ചയായും ജോർജ് കുട്ടി പോക്കറ്റിൽ വീണ്ടല്ലേ? നമസ്കാരം. എന്റെ പേര്? എന്റെ പേര് അജിത് കുമാർ. അജിത്തേട്ടാ എത്ര നാളായി നമ്മുടെ ഈ ഒരു EV സെഗ്മെന്റ് എടുത്തിട്ട്? ഇപ്പൊ 2 മാസം കഴിഞ്ഞു ഞാൻ വണ്ടി എടുത്തു. 2 മാസം കഴിഞ്ഞു. റേഞ്ച് കമ്പനി പറയുന്നത് 160, അതിലും കൂടുതൽ കിട്ടുന്നുണ്ട്. 160-ന് മീതെ റേഞ്ച് കിട്ടുന്നുണ്ട്. ചെലവ് ഒരു 60 രൂപ വരുന്നുണ്ട് വണ്ടി ഓടുമ്പോ. ഒരു ദിവസം 60 രൂപ ചെലവ്. അതില് നമുക്കൊരു 170 കിലോമീറ്ററോളം ഓടാം അല്ലേ? അപ്പോ അത്യാവശ്യം നല്ല രീതിയില് ജോർജ് കുട്ടി ഉണ്ടാവുമല്ലോ. നമുക്ക് ഓട്ടോ ഉണ്ട്, ഇപ്പൊ നന്നായിട്ട് ഓട്ടോ ഉണ്ട്. പിന്നെ ഫോൺ വാടകകളുണ്ട്. നമുക്ക് കേറുന്ന പാസഞ്ചേഴ്സ് എന്താ പറയുന്നേ? പാസഞ്ചേഴ്സ് നല്ല സുഖമായിട്ട് യാത്ര ചെയ്യാൻ പറ്റുന്ന അവർ പറഞ്ഞത്. കാരണം വണ്ടിയിൽ കുലുക്കില്ല, പിന്നെ ഇരിക്കാൻ ശബ്ദമില്ല, യാത്ര ചെയ്യാനുള്ള സുഖം. അപ്പൊ അത് കാരണം അവര് പുതിയ കസ്റ്റമറുകളൊക്കെ കയറുമ്പോ നമ്മുടെ നമ്പറൊക്കെ ഒടിച്ചിരിക്കുന്നത്. അത് വലിയൊരു കാര്യമാണ്. കാരണം ആ
ഓട്ടം പിന്നെ അജിത്തേട്ടനെ കിട്ടൂല്ലേ? അതന്നെ. അപ്പൊ അങ്ങനെ നമുക്ക് കസ്റ്റമറുകൾ കൂടുതലാണ് വരുന്നത്. ഞാനിപ്പോ വീഡിയോ എടുക്കുന്ന സമയത്ത് അജിത്തേട്ടൻ പറഞ്ഞത് പെട്ടെന്ന് എടുക്ക്, എനിക്ക് വാടകയുണ്ടെന്നാ അല്ലെ? അതെ, വാടക തന്നെയായിരുന്നു. സത്യമാണ്, നമ്മള് വെറുതെ പറഞ്ഞല്ല, വാടകയിൽ തന്നെയായിരുന്നു നമ്മള്. ഇപ്പോഴും നമ്മള് വീഡിയോ എടുക്കാൻ പറഞ്ഞപ്പോ മടിയായി. കാരണം വെച്ചാല് ഓട്ടത്തിന്റെ തിരക്ക് അതുകൊണ്ട്. അപ്പൊ നമുക്ക് നല്ല രീതിയിൽ ഓട്ടം ഉണ്ട് ഇപ്പൊ. കുഴപ്പമില്ല. നല്ല നമുക്ക് ഓടുമ്പോ നമുക്കൊരു ഇൻട്രസ്റ്റ് ഉണ്ട്. കാരണം പൈസ നമുക്ക് കിട്ടുന്നത് കൊണ്ട് നമുക്ക് അധികം ചെലവ് വരുന്നില്ല. അതുകൊണ്ട് നമുക്ക് വളരെയധികം ഇൻട്രസ്റ്റീവ് ആണ് ഈ വണ്ടി ഓടിക്കുമ്പോൾ. പിന്നെ അത് മാത്രല്ല അജിത്തേട്ടാ, നമ്മള് ഈ വാഹനം ഓടിക്കുമ്പോ നമുക്ക് ക്ഷീണില്ല അല്ലേ? അതാണ് ഏറ്റവും വലിയ കാര്യം. ക്ഷീണില്ല, നമ്മൾ ഓടിച്ചതായിട്ട് നമുക്ക് തോന്നില്ല. എത്ര ദൂരം വേണമെങ്കിലും ഇനി ഓടിക്കാന്ന് തോന്നുള്ളൂ. ഇതേട്ടാ, അപ്പൊ നമ്മുടെ TVS കിങ് EV മാക്സ് പ്ലസ് എടുത്തതിൽ അജിത്തേട്ടൻ പൂർണ്ണ തൃപ്തനാണോ? അതെ, പൂർണ്ണ തൃപ്തി. അധികം വരുന്നില്ല. അതുപോലെ എന്താ പറയാ, നല്ല റേഞ്ച് ഉള്ളതുകൊണ്ട് നല്ല അത്യാവശ്യം കുറെ ദൂരം പോകാൻ പറ്റുന്നുണ്ട്. അതിനുള്ള ചെലവില്ല അല്ലെ? അപ്പൊ എല്ലാം കൊണ്ട് എന്താ പറയാ, സാധാരണക്കാർക്ക് പറ്റിയൊരു വാഹനം തന്നെയാണ് അല്ലേ? സംശയമില്ല. ഓക്കെ, അപ്പൊ ഈ ഓണം എന്തായാലും അതും എന്താ TVS കിങ് EV മാക്സ് പ്ലസ് വന്നോട് കൂടിയിട്ടല്ലേ? വാഹനം എടുക്കാൻ നിൽക്കുന്ന ആൾക്കാരുടെ അടുത്ത് അജിത്തേട്ടൻ പറയണത് എന്താ? ഈ വണ്ടി എടുക്കാൻ തന്നെ നമ്മള് ഏറ്റവും കൂടുതൽ ശുപാർശ ചെയ്യുന്നത് ധൈര്യമായിട്ട് എടുക്കാം. കാരണം വെച്ചാല് നമുക്കൊരു കംപ്ലൈന്റ് ഇല്ല. ധൈര്യമായിട്ട് ഒരാളോട് പറയാൻ പറ്റും. കാരണം വെച്ചാല് വണ്ടിക്ക് നമുക്ക് കംഫർട്ടാണ് വണ്ടി. മറ്റുള്ള പോലെയല്ല നമുക്ക്. മറ്റതൊക്കെ നമുക്ക് ആദ്യം പേടിയായിരുന്നു. ഇപ്പൊ നമുക്ക് ധൈര്യമായിട്ട് പറയാം. കംപ്ലൈന്റ് ഇല്ല. മഹാബലി തമ്പുരാൻ വീട്ടിൽ വരുന്നതോടൊപ്പം തന്നെ TVS കിങ് EV മാക്സ് പ്ലസും വന്നിട്ടുണ്ട്. ജോർജ് കുട്ടി അങ്ങോട്ട് വാരിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ? പ്രാവശ്യത്തെ ഓണം അജിത്തേട്ടാ തകർക്കട്ടെ കേട്ടാ. നമ്മുടെ EV മാക്സ് പ്ലസ് എടുത്ത ഓരോരുത്തർക്കും പറയാനുള്ളത് കേട്ടാ, ഇനിയും വാഹനങ്ങൾ ഓടിക്കുന്ന ആൾക്കാരുടെ അടുത്തേക്ക് നമുക്ക് റിവ്യൂ എടുക്കാൻ പോകണമെന്നുണ്ട്. പക്ഷെ ഒരാളെയും കിട്ടാനില്ല. എല്ലാവരും നല്ല ഓട്ടത്തിലാണ്. എല്ലാവർക്കും നല്ല ഓട്ടം ഉണ്ടാവട്ടെ. ജോർജ് കുട്ടി അങ്ങോട്ട് പോക്കറ്റിൽ നിന്ന് അറിയട്ടെ. അപ്പൊ ഈ ഒരു വാഹനത്തിന്റെ റിവ്യൂയോട് കൂടിയിട്ട് നമ്മൾ വിട പറയാം. ഈ ഒരു വാഹനമൊക്കെ എടുക്കാൻ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു വീഡിയോയില് പെരിയാർ TVSന്റെ തൃശ്ശൂര് ഷോറൂമിന്റെയും ആലുവ ഷോറൂമിന്റെയും നമ്പർ നമ്മൾ വെക്കും. പെട്ടെന്ന് വിളിക്കുക, വാഹനങ്ങൾ ബുക്ക് ചെയ്യുക. പിന്നെ ഓണത്തിന് ബുക്ക് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ ഗംഭീര ഓഫറുകളാണ്, സമ്മാനങ്ങളും ഉണ്ട് കേട്ടാ. പെട്ടെന്ന് നേടിച്ചവരെ. അപ്പൊ നമ്മുടെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. പിന്നെ ആ ബെൽ ബട്ടൺ അങ്ങോട്ട് അമർത്തി അങ്ങോട്ട് ചവിട്ടി പിടിച്ചോളൂ. ഞാൻ നിങ്ങളുടെ സ്വന്തം അബൂക്കെ വ്ലോഗ്സ് അഭിലാഷ്. നമുക്കിനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം കേട്ടോ. ബൈ.